വെറും 2 കമ്പുകൾ മാത്രം ഉപയോഗിച്ച് ഈ ഭൂമിയുടെ മൊത്തം ചുറ്റളവും അളക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ 2200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എറത്തോസ്തനീസ് എന്ന ഗണിതശാസ്ത്രജ്ഞന് ഈ ഭൂമി മൊത്തത്തിൽ അളക്കാൻ വേണ്ടി വന്നത് 2 കമ്പുകൾ മാത്രമാണ്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. ജൂൺ 21 ഉച്ചയ്ക്ക് ഈജിപ്തിലെ സിയാൻ എന്ന സ്ഥലത്തെ കിണറുകളിൽ പതിക്കുന്ന സൂര്യപ്രകാശം വളരെ നേരെയായിരുന്നു. അതായത് ആ കിണറുകൾക്ക് ഒരു നിഴൽ പോലുമില്ല. ഇത് ശ്രദ്ധിച്ചതും അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി. അദ്ദേഹം കിലോമീറ്ററുകൾ അപ്പുറത്തെ ഒരു സിറ്റിയായ അലക്സാൻഡ്രിയയിൽ പോയി ഒരു വടിക്കഷ്ണം, അതായത് കമ്പ്, അവിടെ കുത്തി നിർത്തി. എന്നാൽ ഇവിടെ കാര്യങ്ങളും മറ്റൊരു രീതിയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അലക്സാൻഡ്രിയയിൽ കുത്തിവെച്ച ഈ വടിക്ക് ഇപ്പോൾ കൃത്യമായിട്ടൊരു നിഴലുണ്ട്. എന്നാൽ സിയേനിൽ കുത്തിവെച്ച വടിക്കോ അവിടുത്തെ കിണറുകളിലോ ഒരു നിഴൽ പോലും കാണാൻ സാധിക്കുന്നില്ല. ഭൂമി പരന്നതാണെങ്കിൽ 2 സ്ഥലത്തെ നിഴലുകളും ഒരേപോലെ ആവണം. എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഈ നിഴലിൻ്റെ ആംഗിള് 7.2 ഡിഗ്രി ആണെന്ന് അദ്ദേഹം കൃത്യമായി അളന്നു. അതായത് ഒരു വൃത്തത്തിൻ്റെ 50ൽ ഒരു ഭാഗം. എന്നിട്ട് അദ്ദേഹം ചെയ്തത് 2 നഗരങ്ങൾ തമ്മിലുള്ള ദൂരത്തെ ഈ 50 കൊണ്ട് ഗുണിച്ചു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം ഏകദേശം 40,000 കിലോമീറ്ററുകളായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സാറ്റലൈറ്റിന്റെ സഹായമോ ഒരു ആധുനിക സാങ്കേതിക വിദ്യകളോ ഇല്ലാത്ത കാലത്താണ് എറത്തോസ്തനീസ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവും ഇന്ന് നമ്മൾ ഭൂമിയുടെ കൃത്യമായ ചുറ്റളവ് കണക്കാക്കി നോക്കുമ്പോഴും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് ഓർക്കണം. ബുദ്ധിയും നിരീക്ഷണപാഠവും ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തം അളക്കാൻ വെറും വടിക്കഷ്ണങ്ങൾ മാത്രം മതി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു എറത്തോസ്തനീസ്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.